എക്സാമിന് ചോദിച്ച ചെറിയൊരു ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റിൻ്റെ വലുപ്പം അത്ര ഉണ്ടെങ്കിലും ആൻസർ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? 2 ഈക്വൽ സം ഓഫ് മണി വെർ ലെൻഡ് ഔട്ട് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കടം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും സെയിം എമൗണ്ട്. ഞാൻ ഇവിടെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, ഇവിടെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത തുക സെയിം, ഇവിടെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത തുക സെയിം. രണ്ടും സെയിം എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 11% per annum for 3.5 years. സോ ഇവിടുന്നും എനിക്ക് കിട്ടുന്ന 11% ആണ്, ഇവിടുന്നും എനിക്ക് കിട്ടുന്ന 11% ആണ്. ബട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3.5 years ആണ്, ഇവിടെ 4.5 years ആണ്. അതായത് ഇവിടെ ഞാൻ 3.5 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഇവിടെ 4.5 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. ഒരു വർഷം അഡീഷണൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഡീഷണൽ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു വർഷം അഡീഷണൽ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. ഓക്കെ, ഇഫ് ദ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ഫോർ 2 periods. ഓക്കെ, ഈ രണ്ട് സ്ഥലത്തു നിന്ന് ഞാൻ മേടിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റിനകത്ത് വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 412.5 ആണ്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു തുക ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. എത്ര വർഷത്തേക്ക്? 3.5 years. ഓക്കെ, സോ ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 3.5 years. എക്സ് എന്ന് പറയുന്ന അതേ തുക ഞാൻ ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത് എത്ര വർഷത്തേക്കാ? 4.5 years. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും നമ്പർ ഓഫ് ഇയേഴ്സിൽ ഒരു വ്യത്യാസം വന്നു. പക്ഷേ ഇവിടെ എത്തുന്നത് വരെ അല്ലേ, ഇവിടെ 3.5 years വരുമല്ലോ. അവിടെ എത്തുന്നത് വരെ രണ്ടുപേരുടെയും ഫൈനൽ എമൗണ്ട് സെയിം ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ 1 year എക്സ്ട്രാ ആരെ കൊണ്ടുപോയിട്ടുണ്ട്? ഈ ഒരു എമൗണ്ടിനെ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടുത്തെ എമൗണ്ടും ഇവിടുത്തെ എമൗണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. കാരണം രണ്ടാമത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു വർഷം എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്തില്ല, അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. അതിൻ്റെ ഡിഫറൻസ് ആണ് അവർ നമുക്ക് ഇവിടെ തന്ന 412.5 rupees എന്ന് പറയുന്നത്. പ്രിൻസിപ്പൾ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ എന്തായാലും വ്യത്യാസം വരില്ല. പിന്നെ എമൗണ്ടിൽ ഒരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ അത് ആര് എക്സ്ട്രാ വന്നതുകൊണ്ടായിരിക്കും? ഇൻട്രസ്റ്റ് എക്സ്ട്രാ വന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ 412.5 എന്ന് പറയുന്നത് 1 year ഇൻട്രസ്റ്റ് ആണ്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 412.5 എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൾ എത്രയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ പ്രിൻസിപ്പൾ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു സംഖ്യേനെ അതിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ എന്ന് പറയുന്നത് 412.5 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 11% ആണ്. കാരണം അത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ 11% ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 412.5 ഡിവൈഡഡ് ബൈ 11% ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 3750 അല്ലേ. 3750. സോ ഇതായിരിക്കും എന്തായിട്ട് വരുന്നത്? പ്രിൻസിപ്പളായിട്ട് വരുന്നത്. സോ ഞാൻ ഇവിടെയും 3,750 ഇൻവെസ്റ്റ് ചെയ്തു, ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്തു. 2 സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് 3.5 years, ഇവിടെ 4.5 years. അപ്പോൾ ഒരു വർഷം എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു വർഷത്തെ അഡീഷണൽ ഇൻട്രസ്റ്റ് കിട്ടി. ആ ഒരു വർഷം എക്സ്ട്രാ വരുന്ന ഇൻട്രസ്റ്റ് ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 412.5 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ വളരെ വ്യക്തമാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഒരു ഇക്വേഷൻ്റെയും പിന്നാലെ പോകേണ്ട, ജസ്റ്റ് ലോജിക് ബേസിക് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.